Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ്എ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എസ്എ പാർട്ടിൽ 4 ചോദ്യങ്ങൾ വരുന്നതിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അതിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കണ്ടുവരുന്ന കമ്പൽസറി എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരെണ്ണം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിർബന്ധമായും പഠിക്കേണ്ടതാണ് ടാക്സ് ലയബിലിറ്റി. ദെൻ രണ്ടാമത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്. ഇപ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്തതിന് ശേഷമാണ് ടാക്സ് ലയബിലിറ്റി വരിക, എന്തായാലും അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്, നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഇത് എപ്പോഴും എസ്ഐക്ക് ഒരെണ്ണം വരാറുണ്ട്, ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം കേട്ടോ, പ്രോബ്ലം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത് PGBP-യിൽ നിന്നാണ്. ഇൻകം ഫ്രം ബിസിനസ്, അതും ചോദിക്കാം, പ്രൊഫഷനും ചോദിക്കാം. ഒരു പ്രാവശ്യം പ്രൊഫഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം ആയിട്ട് എസ്ഐക്ക് വരുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രോബ്ലം. ഇപ്പം ഈ 2 പ്രോബ്ലംസ് ആണ് ഒരു 3-4 വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇടുന്നത്. ഇനി പ്രാവശ്യം എന്തെങ്കിലും മാറ്റിയിടുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറി ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം കണ്ടുവരുന്നത് ഒരു 3-4 ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് 2 ടോപ്പിക്സ് ആണ് കണ്ടുവരുന്നത്. വാട്ട് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം, ദെൻ ടൈപ്സ് ഓഫ് റിട്ടേൺ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ടൈപ്സ് ഓഫ് റിട്ടേൺ ഇതാണ് കണ്ടുവരുന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത് അസസ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്, അതും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും 2 വെയിറ്റേജ് 3 വെയിറ്റേജിലും കാണാറുണ്ട്. സോ വാട്ട് ഈസ് അസസ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് അല്ലെങ്കിൽ എസ്ഐ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ വരാറുള്ള ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ ഒരു സജഷനും കൂടി നൽകുകയാണെങ്കിൽ ഡിസ്കസ് ദ പ്രൊവിഷൻസ് relating to tax deducted at source ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതാണ് 6 സജഷൻസ് നൽകാനുള്ള, യൂഷ്വലി ഇതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 4 ലഭിച്ചിരിക്കും. ഇതിൽ 2 നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ പ്രോബ്ലം പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തിയറി ആണെങ്കിലും ആ രീതിയിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിലത്തെ ഒരു 2 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമുക്കിനി പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജും പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ആ വീഡിയോസ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.